ഒരു മനുഷ്യന്റെ മുന്നിൽ മൂന്നാലൊരു തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. ഒന്നുകിൽ ഒരു മനുഷ്യനെ കൊന്നുകളയുക, അതല്ല എങ്കിൽ ഒരു സ്ത്രീയെ വ്യഭിചരിക്കുക, അതുമല്ല എങ്കിൽ തന്റെ മുന്നിലുള്ള ലഹരി ഉപയോഗിക്കുക എന്നതാണ്. ആ മനുഷ്യൻ ചിന്തിക്കുകയുണ്ടായി, ഒരു മനുഷ്യനെ കൊന്നുകളയുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് യോജിച്ചതല്ല, അതുപോലെ ഒരു സ്ത്രീയെ വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാലും ശരിയായതല്ല. എന്നാൽ എന്നെ മാത്രം ബാധിക്കുന്ന ഒന്നാണ് ലഹരിയുടെ ഉപയോഗം എന്നത്. അങ്ങനെ ആ മനുഷ്യൻ ലഹരി ഉപയോഗിക്കുകയുണ്ടായി. ലഹരി ബാധിതനായിക്കൊണ്ട് ആ മനുഷ്യൻ അനർഹമായി മറ്റൊരു മനുഷ്യനെ കൊന്നുകളഞ്ഞു, ആ സ്ത്രീയെ വ്യഭിചരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ലഹരി എന്ന് പറഞ്ഞാൽ ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഇജ്തനിബു അൽ ഖംർ, നിങ്ങൾ മദ്യത്തെ അഥവാ ലഹരിയെ നിങ്ങൾ ഉപേക്ഷിക്കുക. കാരണം എന്തെന്നറിയോ? ഫഇന്നഹ മിഫ്താഹു കുല്ലി ശർരി, എല്ലാ തിന്മകളുടെയും താക്കോലാണ് ലഹരി അഥവാ മദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യത്വത്തിനും അതുപോലെ ആരോഗ്യ സംരക്ഷണത്തിനും അതിയായ പ്രാധാന്യം കൽപ്പിക്കുന്ന മതം തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലഹരിയെ ഇസ്ലാം ഹറാമാക്കിയിരിക്കുന്നത്.